അറിഞ്ഞു. ആ കോച്ച് പറ. എൻജോയ് பண்ணிட்டு இருக்கேன். മോർഫിൻ ഇത് മോർഫിൻ അല്ലല്ലോ, അത് ഉടമ്പലിன்னு சொன்னீங்கல்ல, കലിങ് കലിങ്. ഇതെന്താ? அவனுக்கு ஒண்ணு கொடுத்துட்டா சந்திரா. என்ன புதுதான் ஆடணும் ஊஞ்சலாடணும். உனக்கு வேணுமா சந்திரா? என்ன ரோட்ல ஓடுறேன். ചന്ദ്ര അവള് പൊടി ചന്ദ്ര സീനില്ലല്ല. അത് പോതും ഒരു റിക്രൂട്ട്മെന്റ് റിക്രൂട്ട്മെന്റ് കഴിയാൻ പോണല്ലോ. സൂര്യ ബോസിന് എടുത്താലാണ് ടി വിയിൽ. വെട്ടിക്കളഞ്ഞ് ടി വി എന്റെ പക്കി പോണ. ഓ ഓക്കെ ഓക്കെ. അപ്പം ബോധമുണ്ട്. കൊതുണ്ടോ കൈസ്? നിങ്ങൾ അതിന്റെ ക്വാളിറ്റി ഉണ്ടോ? ഓ എന്റെ അമ്മ എന്തിനാ ഇതിന്റെ കിക്ക് എപ്പോ പോവും? ഇല്ല അത് കോച്ചിന് കഴിയാം. നീ എന്തിനാണ് എടാ ഞാൻ എന്ത് ചെയ്താലും അതേപോലെ എന്തിനാ ചന്ദ്ര ചെയ്യുന്നത്? എന്റെ അപ്പൊ ഞാൻ ഇപ്പൊ പാന്റ് ഇട്ടുകൊണ്ട് വന്ന ആ സെയിം പാന്റ് ഇട്ടുകൊണ്ട് വന്ന് നിക്കുന്നത്. എന്ത് ചെയ്താലും കോപ്പിയാ അണ്ണ. ഇത് എന്റെ പാന്റ് അണ്ണ. അണ്ണ ഇല്ല ഒരു കൊടയിൽ പുറത്തൊരു പാന്റ് ഉണ്ടാവുന്നത് കുറച്ചു നേരം. അണ്ണൻ അതാണ് ചേരണേ കുറച്ചുകൂടി. ഇതെന്റെ ബാഗി പാന്റാ കോച്ച്. ഇതിന്റെ എഫക്ട് പോവൂല കോച്ച്. ലുക്ക്. ഹലോ കോച്ച്. ജപ്പാൻ പോയി നീ ഇത് സ്റ്റുഡിയോന്ന് എടുത്തല്ലേ? അണ്ണനെ സ്റ്റുഡിയോന്ന് എടുത്ത. ഇതാണ് പറഞ്ഞ സ്റ്റുഡിയോന്ന് എടുക്കരുതെന്ന്. എല്ലാരും ഒരുപോലെ ഇരിക്കും. അപ്പാമ്മനെ കണ്ട ഒരു കുഴലിൽ കയറ്റി ഇട്ട പോലെ ഉണ്ട്. കാലത്ത് വെച്ച് തയ്ച്ചതാ 1900. കാലില്ല. കാലോടെ പോയി. അയ്യോ കാലോടെ പോയി. നിങ്ങളെല്ലാരും മുട്ടിലിരിക്കുന്നേ. റിക്രൂട്ട്മെന്റ് ആണോ? നമ്മള് വല്ലേ ബീച്ച് പാർട്ടിക്ക് വന്നത് അവിടെ നോക്കേ. ഹരി കേക്കോ? റെഡിയല്ലേ? സെറ്റല്ലേ? സെറ്റല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. നമ്മുടെ കുടുംബത്തില് അപ്പൊ ഗൈസ് നമ്മുടെ കുടുംബത്തിൽ ഒരാളും കൂടി വരാൻ പോവാണ്. സോ ഇത് ആക്ച്വലി പെട്ടെന്നെടുത്ത ഒരു ഡിസിഷൻ അല്ല, എന്നാലും പെട്ടെന്നെടുത്ത ഡിസിഷനാണ് ഇത്. ഇന്നലെ നമ്മൾ പെട്ടെന്ന് തീരുമാനിച്ചതല്ല, പക്ഷെ ഇന്ന് ഞാൻ ചന്ദ്രനെ വിളിച്ച് തീരുമാനിച്ചതാണ്. അതെ അപ്പൊ നമ്മള് നമ്മുടെ PVP സൈഡ് കുറച്ചും കൂടി സ്ട്രോങ് ആക്കാൻ പോവാണ്. സോ കൂടുതൽ ഞാൻ വലിച്ചു നീട്ടുന്നില്ല. വി ആർ വെൽക്കമിങ് T47 Destro to TVA Destro. വെൽക്കം ടു TVA ബ്രദർ. കൊണ്ടുവാ ഹരി എന്ന് പറഞ്ഞപ്പോ തമിഴ് കമ്മ്യൂണിറ്റിയിൽ നിന്നും രണ്ടാമത്തെ പ്ലെയർ. ഹായ് ഡെസ്ട്രോ. ഹായ്, വെൽക്കം ടു TVA ബ്രദർ. സൗണ്ട് കുറവാണല്ലോ. സൗണ്ട് അണ്ണനെ വന്നപ്പോ തന്നെ വെച്ചല്ലോ നീ. ഡെസ്ട്രോ, അപ്പൊ ഡെസ്ട്രോയുടെ ഒരു സെൽഫ് ഇൻട്രൊഡക്ഷൻ നമ്മുടെ ആൾക്കാർക്കൊക്കെ വേണ്ടിട്ടൊന്ന് പറയോ? என்னோட பேரு டெஸ்டோ, அது எல்லாத்துக்கும் தெரியும். நெக்ஸ்ட்
പറഞ്ഞ നീ പേടിക്കണ്ട, ടെൻഷൻ വേണ്ട. வேற என்ன சொல்லுங்க? വേറെ നീ എന്താ ചെയ്യ പോറ? പ്രീവിയസ് ഗ്യാങ്ങിനോട് താങ്ക്സ് പറയണേൽ താങ്ക്സ് പറയാം. എല്ലായിടത്തും എല്ലാം മെൻഷൻ ചെയ്യാം, എന്ത് വേണേ പറയാം. எனக்கு இப்போ இங்கே சப்போர்ட் இல்லாதப்ப சப்போர்ட் கொடுத்தது என்னோட பழைய கேங் T47 தான். ஸோ அவங்கள நான் என்னைக்கும் மறக்க மாட்டேன். ഓക്കെ, അപ്പൊ എനിവേ വെൽക്കം ടു TVA ബ്രദർ, വെൽക്കം. യു ക്യാൻ ജോയിൻ വിത്ത് ദം. അങ്ങോട്ട് ചെന്നു. എടാ പയ്യൻ വരുന്നുണ്ട് അങ്ങോട്ട്, ഒന്ന് എന്താ പറഞ്ഞു? ഇപ്പൊ അങ്ങ് പോയിട്ട് ഞാൻ ആ അങ്ങോട്ട് പോക്കോ. അതാണ് നമ്മുടെ ഒരു രീതി അങ്ങനെയാണ്. ഓക്കെ വണ്ടി ഇടിക്കല്ലേ ദൈവമേ. സാധാരണ ചോര ഉണ്ടാവില്ല, EMS എടുത്തിട്ടുണ്ട്. EMS തൊട്ടടുത്തിട്ടുണ്ട്. ചത്തേട്ടോ അവിടെ സാധാരണ ചോര കണ്ട് തുടങ്ങണ്ടേ അതല്ലോ. ചോരുണ്ട്, ആരുടെ ചോരുണ്ട്. ഞാനൊരു കാര്യം പറയാം. ഞാൻ എന്താ ഡെസ്ട്രോയെ ഞാൻ ഇൻവൈറ്റ് ചെയ്ത് അവിടെ പോയി ഇൻവൈറ്റ് ചെയ്ത് TV അടിച്ചുകൊണ്ട് ഇൻവൈറ്റ് ചെയ്ത് ഇതാക്കിയതൊന്നുമല്ല. ഡെസ്ട്രോയുടെ സ്വന്തം ഇഷ്ടപ്രകാരം TVയിലോട്ട് വന്നതാണ്. അത് നിങ്ങൾക്ക് ഡെസ്ട്രോ എടുത്ത് നാളെ വരുമ്പോൾ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഡെസ്ട്രോ കുറച്ച് നാൾക്ക് മുമ്പ് കോച്ചിനോട്, ഈ ഡെസ്ട്രോ ആരാണെന്ന് നിങ്ങൾക്ക് അറിയാവോ ശരിക്കും? ഈ ഡെസ്ട്രോ പണ്ടുണ്ടായിരുന്ന നേരത്തെ ടീം തമിഴാസ് അറിയാവോ നിങ്ങൾ? സൈക്കോയൊക്കെ എല്ലാവരും ഒക്കെ അവർ സൈക്കോയുടെയൊക്കെ റൂമിൽ നിങ്ങൾ എപ്പോഴും കാണുന്ന ഒരു പ്ലെയറാണ്. വെച്ചാൽ RPയിലൊക്കെ വരുന്നതിന് മുമ്പ് RP AKM ഒക്കെ നിങ്ങൾ വിട്ടു, അതിന് മുമ്പ് TTയിലുണ്ടായിരുന്ന കോമ്പറ്റേറ്റീവ് പ്ലെയർ ആയിരുന്നു ഡെസ്ട്രോ. അപ്പോൾ ഡെസ്ട്രോ ആക്ച്വലി എന്താ T47 കയറുന്നതിന് മുമ്പേ TVയിൽ വരുന്ന കാര്യമൊക്കെ കോച്ചിനടുത്ത് പറഞ്ഞിരുന്നു. എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അതൊന്നും. അപ്പോൾ അതിനുശേഷം ആണ് എന്താ ഇവരെ T47 കളിച്ചുകൊണ്ടിരുന്നത്. സോ ഇപ്പോൾ കറൻ്റ്ലി അവൻ T47 നിന്നാണ് വരുന്നത്. അപ്പോൾ T47 നിന്ന് അവരുടെ പ്ലേയേഴ്സിനോട് പറഞ്ഞപ്പോൾ അതൊക്കെ നിങ്ങൾ പേഴ്സണൽ ചോയ്സ് ആണ്, ഞങ്ങൾക്ക് പ്രശ്നമൊന്നും ഇല്ലെന്ന് T47 പറഞ്ഞു. സോ T47 സൈഡിൽ നിന്നും പെർമിഷനോട് കൂടിയാണ് ഡെസ്ട്രോ TVയിലോട്ട് വന്നത്. അല്ലാതെ നമ്മൾ ഇൻവൈറ്റ് ചെയ്ത് അങ്ങനെ ഒരു ഇതാക്കിയതല്ല. അവന് നമ്മൾ TV റെപ്രസെൻറ്റ് ചെയ്ത് കളിക്കണമെന്ന് ആഗ്രഹമുണ്ട്. ആൻഡ് ഈ ഡെസ്ട്രോയുടെ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ, ലാസ്റ്റ് നമുക്കെതിരെയുള്ള വാറിൽ നമ്മളെ 1v6 അടിച്ച് TVക്കകത്ത് വന്ന പ്ലെയർ എന്ന് പറഞ്ഞാൽ അത് ഡെസ്ട്രോ ആണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് എപ്പോഴും പറയത്തില്ലേ, ഈ പറയണത് പോലെ നമ്മളെ ഇമ്പ്രസ് ചെയ്യുക എന്നുള്ളൊരു സാധനം, അത് അവൻ ചെയ്തതാണ്. അല്ലാതെ നമ്മൾ ഈ പറയണത് പോലെ ഞാൻ കളിക്കും, അതായത് റിക്രൂട്ട്മെന്റ് ഉണ്ടോ എന്നൊന്നും അങ്ങനെ ചോദിച്ച് ഇൻ ബിറ്റ്വീൻ RPക്കകത്ത് വന്ന് ബുദ്ധിമുട്ടിച്ച ഒരാളല്ല. ഡെസ്ട്രോയുടെ ഒരു ലാസ്റ്റിലത്തെ ഒരു മോണ്ടേജ് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. സോ ഞാൻ എല്ലാം കൂടെ കൺസിഡർ ചെയ്തിട്ടാണ് ഡെസ്ട്രോയെ ഇത് ചെയ്തത്. അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം. എനിക്ക് റോളൊക്കെ ഉണ്ട് കേട്ടോ, എനിക്ക് ഗസ്റ്റ് റോളുണ്ട്, എന്നെ അടിച്ചിരുന്നുണ്ട്. ഒരു സെക്കൻഡ് ഞാൻ കാണിച്ചു തരാം. ഡിസ്പ്ലേ ക്യാപ്ചർ, ഗെയിം ക്യാപ്ചർ, ഇതാണ് ഡെസ്ട്രോയുടെ എയിം. ഇപ്പൊ നമ്മൾ റിക്രൂട്ട് ചെയ്ത പ്ലെയറിന്റെ എയിം എന്താണെന്ന് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം. ഇപ്പൊ ഒരു ഫസ്റ്റ് പിക്ക് അവൻ എവിടെ എടുക്കും, ഫസ്റ്റ് പിക്ക് എടുത്ത് 2 3 ഇത് ഞാനാണ് 5 നമ്മൾ കളിച്ച ടൂർണമെന്റാ. CSK ചന്ദ്രബോസ് ആണ് ഇപ്പൊ വലത്തെ സൈഡിൽ മയങ്ങി വീണത്.
ഒളിച്ചു വെച്ചിരിക്കുകയാണ് അവൻ. നെക്സ്റ്റ് സ്റ്റീവോ? ഗൈസ് ഇനി ആരൊക്കെ വന്നാലും ആരൊക്കെ ഇതായാലും സ്റ്റീവിന് തുല്യ സ്റ്റീവ് മാത്രമേ ഉള്ളൂ. അവൻ ഇനി ഏത് ഗ്യാങ്ങിൽ പോയാലും അത് ഞാൻ പണ്ടും പറയും ഇന്നും പറയണ കാര്യമാണ്. അവനൊരു റീപ്ലേസ്മെന്റ് ഇല്ല. ഇത് ഡെസ്ട്രോക്ക് ഡെസ്ട്രോ, സ്റ്റീവിന് സ്റ്റീവ്. സ്റ്റീവിനെ പോലെ ഒരാളെ ഞാൻ പറഞ്ഞു, ഞാൻ അവനോട് ചോദിച്ചിട്ടുണ്ട്, എടാ നീ ഹാക്ക് വല്ലതും ഇട്ട് കളിക്കുന്നവനാണോ എന്ന്. സത്യം ഞാൻ പറയാം, കാരണം എൻ്റെ PC-യിൽ ഞാൻ ഒരു ദിവസം കൊണ്ടുവന്ന് അവനെ കളിപ്പിച്ചതാ. എനിക്ക് സസ് അടിച്ചിട്ട്, എനിക്ക് സ്റ്റീവിനെ സസ് അടിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ കൊണ്ടുവന്ന്, ഞാനത് പബ്ലിക്കിൽ പറയാൻ റെഡിയാ ഗൈസ്. എനിക്ക് സ്റ്റീവിനെ സസ് അടിച്ചിട്ട് ഇവൻ്റെ വാലോറന്റിൽ എല്ലാത്തിലും എയിം കണ്ടിട്ട് എനിക്ക് സസ് തോന്നി. ഞാൻ എൻ്റെ PC കൊടുത്തിട്ട് ഞാൻ ഒരു ദിവസം അവനെ എൻ്റെ വീട്ടിലിരുത്തി കളിപ്പിച്ച്. അവൻ കീബോർഡൊക്കെ പിടിക്കുന്നതാണോ ഇങ്ങനെ നെഞ്ചത്തൊക്കെ ഒട്ടിച്ച് ഇങ്ങനെയാണ്. കീബോർഡിലൊന്നും നോക്കുമല്ലോ, ഇങ്ങനെയൊക്കെയാണ് അവൻ കീബോർഡിലൊക്കെ പിടിക്കണേ. അന്ന് എനിക്ക് മനസ്സിലായ ഡെസ്ട്രോ കണക്ട് ഭരത് നായറോ? എടാ വാർചാറ്റിൽ ഇട്ടില്ലല്ലോ, ഞാൻ ഇടാൻ പോവാണേ. ഹലോ കേക്കോ? ആരെങ്കിലും റെസ്പോണ്ട് ചെയ്തേ? വാർച്ചാലിൽ ഇട്ടില്ലല്ലോ. എടാ ഇവിടെ T/war ആണോ TV ആണോ? T/war. വെൽക്കം ടു TVA ഡെസ്ട്രോ. എടാ അതിന്റെ ബാക്കിലിട്ട് എന്തൊരു ടൈമിങ്. അല്ലടാ ഇവിടെ ഓരോ വട്ടം മാറൂടാ. കഴിഞ്ഞ വട്ടം TV ആയിരുന്നു, ഇത് കഴിഞ്ഞ് വന്നപ്പോ കൽപ്പനയല്ല കള്ളത്തരം പറയുന്നോടാ, കള്ളം പറയല്ലേ.